That's an old contract. Her name was Lakshmi. She used to be a model before. Now she has quit. Can you tell me what she is doing after quitting? Not much. Perhaps Mr. M.S. Nair may be able to help you. She was staying with him as a paying guest. Can you get me his address? Sure. നാട് തൃശ്ശൂരിനടുത്ത് ചേർപ്പ്. But now I am almost a Delhiite. ഒരു ബ്യൂട്ടീഷ്യൻസ് കോഴ്സിന് വേണ്ടി ഡൽഹിയിൽ വന്ന ലക്ഷ്മിയെ മോഡലാകാൻ ആദ്യം നിർബന്ധിച്ചത് ഞാന്. അതൊരു തെറ്റായ തീരുമാനമായി പോയി എന്ന് പിന്നീട് തോന്നി. അതുമൂലം അവൾക്ക് സ്വന്തം അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം സമർത്ഥനായ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അലി മൻസൂർ, ആൻ ആഡ് സ്പെഷ്യലിസ്റ്റ്. ആദ്യത്തെ ചില കോൺട്രാക്ടുകൾ ഒഴിച്ച് അവളെ കൂടുതലും സ്പോൺസർ ചെയ്തത് അയാളായിരുന്നു. ദേ ഫ്ലറിഷ്ഡ്. ഒരുപക്ഷെ അതിന്റെ ഓബ്ലിഗേഷൻ ആയിരിക്കാം. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. എനിത്തിങ് റോങ് മിസ്റ്റർ ഈശ്വർ? Nothing. വിവാഹത്തിന് ശേഷം ലക്ഷ്മി മോഡലിംഗ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഈ മൻസൂർ? ഒരു കാശ്മീരി മുസ്ലിം ആയിരുന്ന മൻസൂറിന് അവിടുത്തെ ചില ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിരുന്നു. ഹി വാസ് ആക്റ്റീവ് ഓൾസോ. പുവർ ചാപ്പ്. ശ്രീനഗറിൽ വെച്ചുണ്ടായ ഒരു പോലീസ് വെടിവെപ്പിൽ അയാൾ മരിച്ചു. ആ സംഭവത്തിന് ശേഷം ലക്ഷ്മിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഡൽഹി തന്നെ എവിടെയോ ഉണ്ടെന്നാണ് എന്റെ അറിവ്. താങ്ക് യു മിസ്റ്റർ നായർ. വെൽക്കം. ഇന്നത്തോടെ നിനക്ക് തന്ന അവസാനത്തെ അവധിയും തീർന്നിരിക്കുന്നു. എവിടെയാ ഡോക്യുമെന്റ്സ്? അതെടുക്കാൻ പറ്റില്ല. ആ സേഫിൽ അലാറം ഉണ്ട്. ഞാൻ ഒരിക്കൽ ശ്രമിച്ചു നോക്കിയതാ. സ്റ്റുപ്പിഡ്. അലാം മോണിറ്റർ കാണും. അത് ഓഫ് ചെയ്താൽ മതി. എന്നാലും എനിക്ക് അദ്ദേഹത്തെ വഞ്ചിക്കാനാവില്ല. പുതിയ ഒരുത്തിനെ കിട്ടിയപ്പോ പെറ്റ കുഞ്ഞിനെ നീ മറന്നു അല്ലേടി? അവസാനമായി പറയുവാണ്, നാളെ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ആ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നീ മറക്കേണ്ടി വരും എന്നേക്കുമായി. കുട്ടിക്ക് ന്യൂമോണിയ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇതുവരെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. എന്റെ മോള് ഈ നില തുടർന്നാൽ ഏറിയാൽ ഇനി 1 ദിവസം. അയ്യോ, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. പ്ലീസ്, ഒന്ന് കണ്ടാ മതി. ഒരു പ്രാവശ്യം. കം വിത്ത് ദ ഡോക്യുമെന്റ്സ്. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ശവം പോലും നീ കാണില്ല. ഞാൻ വിടൂല. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞിനെ കാണാതെ വിടൂല. ഡോക്യുമെന്റ്സുമായി നീ വരുന്നവരെ ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ കാണും. എന്റെ മോള്, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. Come on. चलो जल्दी जल्दी करो. ഊരും പേരും അറിയാത്ത നിന്നെ ഞാൻ വിശ്വസിച്ചു. ഈ വീടിന്റെ എന്റെ മനസ്സിന്റെ വാതിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടു. എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചാൽ എനിക്ക് വിഷമമില്ല. ഞാനൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ നീ വഞ്ചിച്ചത് ഈ നാടിനെയാണ്. The soldier in me will never tolerate it. നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറ, എന്താ നിന്റെ ദൗത്യം? എത്ര ലക്ഷം രൂപ പ്രതിഫലം കിട്ടി ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിന്? പിന്നെ നിനക്ക് എന്താ ഈ ഡോക്യുമെന്റ്സ്? നിന്റെ മറ്റവനെ കൊന്ന് എന്റെ പ്രതികാരം തീർക്കാനോ? അല്ല. പിന്നെ എന്തിന് പറയടി വാതർണം? എന്റെ കുഞ്ഞിന് വേണ്ടി. അവര് ചോദിച്ച ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ അവരെന്റെ കുഞ്ഞിനെ. അവരാര്? മൻസൂറിന്റെ സംഘത്തിൽപ്പെട്ടവരാണോ? അതെ സർ. മൻസൂർ മരിച്ചതിന് ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു സംഘടനയുമായി ബന്ധമുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. മൻസൂറിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം മൻസൂറിന്റെ കൂട്ടുകാരനായ സലീം എന്നെ കാണാൻ വന്നു. സാറിന്റെ ഫോട്ടോ കാണിച്ചു. അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് സാറിന്റെ പക്കൽ നിന്നും കൈക്കലാക്കി ഞാൻ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും
നീ എന്തുകൊണ്ട് സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ല? എന്നെ കുറിച്ച് നേരിയ സംശയം ഉണ്ടായാൽ പോലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും എനിക്കില്ല സർ. എവിടെയാണ് നിന്റെ കുഞ്ഞ്? ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. സാധിക്കില്ല സർ. 10-50 പേര് നിറതൂക്കമായി അവളുടെ ചുറ്റിലുണ്ട്. അങ്ങക്കെന്നല്ല ആർക്കും അവളെ രക്ഷിക്കാനാവില്ല. അവൾക്ക് ന്യൂമോണിയാണ് സർ. ഇതുവരെ അവൾക്ക് മരുന്നൊന്നും അവര് കൊടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നെ വേണ്ട. എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് സർ. സർ, എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. അവളില്ലാതെ ഞാൻ ജീവിക്കില്ല സർ. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. എഴുന്നേക്ക്. ഏതമ്മയ്ക്കും തന്റെ കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതായി യാതൊന്നുമില്ല. നിന്റെ സ്വാർത്ഥത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിതുവരെ എന്റെ മനസ്സൊരു സ്ത്രീയുമായി പങ്കുവച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒരു മോഹം തോന്നി. പക്ഷേ അവർക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്. വെച്ചോളൂ.